ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് എൻ്റെ ഒരു കാനഡയിലുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇതിൽ ഞാൻ എൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു മോർണിംഗ് റുട്ടീനും അതുപോലെ തന്നെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീനും പിന്നെ എൻ്റെ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഒക്കെ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. സോ ഞാൻ ഷെയർ ചെയ്തിരുന്നു എൻ്റെ മോർണിംഗ് സ്കിൻ കെയറിൽ. ഇവിടെ വിൻ്റർ ആയതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു സ്ക്രബ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫേസ് വാഷ് ചെയ്യും. അതിന് ശേഷം നന്നായിട്ടൊന്ന് തുടച്ചിട്ട് അവീനോ എന്നുള്ള മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നല്ല ഫങ്ഷണലായിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ്. പിന്നെ ജസ്റ്റ് ഹെയർ കെയറിന് അധികം സമയം കിട്ടാറില്ല രാവിലെ സമയങ്ങളിൽ. അതുകൊണ്ട് ജസ്റ്റ് കാഷ്വലായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈല്. സോ വി ആർ റെഡി ടു ഗോ. സോ മോർണിംഗിൽ എൻ്റെ ഒരു റുട്ടീനായിട്ട് ഞാനിപ്പോൾ വെക്കുന്നത് അറ്റ്ലീസ്റ്റ് ഒരു ചാപ്റ്ററെങ്കിലും ഞാൻ വായിക്കും. അതൊരു വിൻ്റർ റീഡായിട്ട് എൻ്റെ ഒരു റെക്കമെൻഡേഷനാണ് കേട്ടോ ഈ ബുക്ക്. ഈറ്റ് ദാറ്റ് ഫ്രോഗ് എന്നാണ് ഈ ബുക്കിൻ്റെ പേര്. ഇത് നമ്മുടെ പ്രൊഡക്ടിവിറ്റിയും ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ടിപ്സൊക്കെ ആയിട്ടുള്ളൊരു ബുക്കാണ്. അടുത്തത് ഞാൻ ജേർണൽസും പ്ലാനേഴ്സും ഒക്കെ എഴുതാറുണ്ട്. ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ജേർണൽസും പ്ലാനേഴ്സും മോർണിംഗ് മാക്സിമം ഞാൻ എഴുതാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈവനിങ് ചെയ്യാറുണ്ട്. ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ മോർണിംഗ് തന്നെ ജേർണൽസ് പ്ലാനേഴ്സൊക്കെ എഴുതാറുണ്ട്. അപ്പോൾ ജേർണൽസിൽ ഞാൻ ഇന്ന് നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പോകുന്ന റെസിപ്പീസ്, അതുപോലെ തന്നെ എന്തൊക്കെ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിട്ടുണ്ട് എന്നുള്ള ആ ഒരു ഇതൊക്കെ. ഇത് പ്ലാനറാണ്. പ്ലാനറിൽ വന്നിട്ട് എൻ്റെ പ്രൊഫഷണൽ ആയിട്ടുള്ള അതുപോലെ തന്നെ എനിക്ക് എഡ്യൂക്കേഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോട്ട് ചെയ്യുന്ന ബുക്കാണ്. സോ ഇത് രണ്ടും ഫസ്റ്റ് തന്നെ ഞാൻ എഴുതും ആദ്യം തന്നെ. പിന്നെ അതിന് ശേഷം നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം ഈ രണ്ട് ബുക്സാണ് ഇപ്പോൾ ഞാൻ റീസെൻ്റായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് വന്നിട്ട് ഈറ്റ് ദാറ്റ് ഫ്രോഗും പിന്നെ ഇത് ലോ ഓഫ് കണക്ഷൻസും ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ മോൻ ഉറങ്ങുകയാണ്. അപ്പം പയ്യെ എണീറ്റ് വരുന്നുണ്ടാകും. അപ്പോൾ മോനെ റെഡിയാക്കിയതിന് ശേഷം ഞാൻ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കൊടുക്കാനുള്ള ആ ഒരു ഇതിലാണ്. അപ്പം ഞാൻ ലഞ്ച് ഈ ഒരു സംഗതിയാണ് പാക്ക് ചെയ്തത്. ഇവിടങ്ങളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ 2 സ്നാക്സ് പാക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ ഒരു സ്നാക്സാണ് മോന് പാക്ക് ചെയ്ത് കൊടുക്കുന്നത്. ശേഷം ഇത് ബാഗിലേക്ക് വെക്കുകയാണ്. ഇവിടങ്ങളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ പോലെ ബുക്സൊന്നും അധികം കൊണ്ടുപോകേണ്ട കാര്യമില്ല. ആകപ്പാടെ 1-2 ബുക്സും പിന്നെ അത് ഈ വിൻ്റർ സാധനങ്ങളൊക്കെ ഞാൻ പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഈ ലഞ്ച് ബോക്സും. ബാക്കി അവർക്ക് ആക്ടിവിറ്റീസൊക്കെ സ്കൂളിൽ നിന്ന് തന്നെയാണ് കൊടുക്കുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ എന്താ പറയുക, അത്രയും ബുക്സ് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. സോ ഇത് വണ്ടിക്ക് ആൾ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് മഞ്ഞ് സ്നോ ഒന്നും ഇല്ലാത്തൊരു നോർമൽ ഡേ ആണ് കേട്ടോ. അപ്പം ആൾ വിൻ്റർ ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നാലും തണുപ്പ് നന്നായിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു -3 ഡിഗ്രി 4 ഡിഗ്രി ഉണ്ട് ഈ ഒരു കാലാവസ്ഥയിൽ. അപ്പോൾ വിൻ്റർ ജാക്കറ്റൊക്കെ ഇട്ട് ആൾ റെഡിയായി നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ മോൻ സ്കൂളിൽ പോയി. മോൻ രാവിലെ കഴിച്ചത് ഈ പൂരി അതുപോലെ തന്നെ ഇസ്റ്റു ഒരു ചോളം ഇതാണ് കഴിച്ചത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. ഇത് മോന് ഇഷ്ടമുള്ള സാധനമാണ്, അതുകൊണ്ടാണ് ഞാനിത് ചെയ്തത്. ശരിക്കും അത്ര ഹെൽത്തി ആയിട്ടുള്ള സാധനമല്ല, എന്താ ഓയിലൊക്കെയല്ലേ ഫ്രൈ ചെയ്യുന്നത്. എന്നാലും മോന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ്. പിന്നെ ഉച്ചത്തേക്ക് ഞാൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു വെറൈറ്റി റൈസാണ് കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് അതാണ് ഞാൻ കഴിച്ചത്. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഈ സേവ് പൂരിയുടെ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പാക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പാക്കറ്റാണ് നന്നായിട്ട് വന്നു കേട്ടോ. ഇത് എല്ലാ സാധനങ്ങളും അതിൽ തന്നെ ഉണ്ട്. നമ്മളിത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ വാങ്ങുന്നത്. അപ്പോൾ എനിക്കറിയാതെ ഞാനിതിൽ ഉരുളക്കിഴങ്ങ് ജസ്റ്റ് ബോയിൽ ചെയ്യാനിട്ടു കേട്ടോ, വേവിക്കാനിട്ടു. പക്ഷേ ഉരുളക്കിഴങ്ങിൻ്റെ ആ മിക്സൊക്കെ ഇതിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം, അതിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. സോ ആദ്യം തന്നെ അതിൽ കണ്ടത് ഈ ഒരു ചിപ്സിൻ്റെ, അത് നമ്മൾ അതിൽ സെറ്റ് ചെയ്യുന്ന സേവ് പൂരി സെറ്റ് ചെയ്യുന്ന ആ ഒരു ബേസാണത്. പിന്നെ മിക്സ്ചർ പോലത്തെ കുറച്ച് ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇതിൽ സോസസ് ആണ് ഇതൊക്കെ. അപ്പോൾ ആദ്യം തന്നെ ഈ പൊട്ടറ്റോൻ്റെ മിക്സ് ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഞാൻ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഇതുപോലെ ജസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്യുകയാണ് ഈ ബേസിലേക്ക്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉള്ളി കൂടി ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ആദ്യം തന്നെ ഈ ബേസിലേക്ക് ഞാൻ കുറച്ച് പൊട്ടറ്റോൻ്റെ മിക്സ് റെഡിയാക്കിയിട്ട് അത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉള്ളിയും വെച്ചിട്ട് ഇതുപോലെ സോസസ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. സോസ് ഇതിൽ മിൻറ്റിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ ഗാർലിക്, ഒരു സ്വീറ്റ് ടാമറിൻ ചട്നി, അതുപോലെ തന്നെ ടൊമാറ്റോ സോസ്, അങ്ങനെയൊക്കെയാണ് ഇതിൽ സോസസ് ഉണ്ടായിരുന്നത്. നമ്മുടെ ഇഷ്ടം പോലെ ഇതിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ട് ലാസ്റ്റ് നമ്മൾ ഈ മിക്സ്ചറിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ അത് ഇതിലേക്ക് സ്പ്രിങ്കിൾ ചെയ്യുകയാണ്. സോ ഫൈനലി നമ്മുടെ സേവ് പൂരി റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 4 മണി പലഹാരമൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. ഞങ്ങളിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇൻസ്റ്റൻറ്റ് ഇതിന്ന് ഇങ്ങനെ റെഡിയാക്കുന്നത്.
പിന്നെ ഇതിൽ നമുക്ക് കുറച്ചും കൂടെ ഫ്ലേവർ എൻഹാൻസ് ചെയ്യാനായിട്ട് ഇത് കുറച്ച് നേരം ഓവനിൽ, അതായത് ഈ ബേസ് ഉണ്ടല്ലോ അത് കുറച്ച് നേരം ഒരു 20 സെക്കൻഡ്സ് പോലെ ഒന്ന് ഓവനിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അത് ഫ്ലേവർ ആയിരിക്കും അതിൽ പറയുന്നുണ്ട്. സോ പിന്നെ കുറച്ചും കൂടെ ഒനിയൻസും സോസും ഒക്കെ ഒഴിച്ചിട്ട് ഫൈനലി നമ്മുടെ ചായയുടെ കൂടെ കഴിക്കണം കേട്ടോ. ഞങ്ങളിവിടെ കട്ടൻ കാപ്പിയാണ് ചെയ്തിരിക്കുന്നത്. സോ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടങ്ങളിലൊക്കെ ഇപ്പോൾ ഒരു 4:30, 5 ആകുമ്പോൾ തന്നെ കുറച്ച് ചെറുതായിട്ട് ഇരുട്ടിയ പോലെയൊക്കെ തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു 7 മണിക്ക് മുമ്പ് തന്നെ ഡിന്നർ കഴിക്കും. അപ്പോൾ ഡിന്നറിൻ്റെ പരിപാടികളിലാണ് ഞാനിവിടെ നൂൽപുട്ട് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതിനൊരു എഗ് കറി ചെയ്യുന്നുണ്ട്. സോ ഞാൻ ചെയ്ത് കഴിഞ്ഞു. ഇതാണ് ഞങ്ങളുടെ ഡിന്നർ. നൂൽപുട്ടും അതുപോലെ തന്നെ ഇടിയപ്പവും അതുപോലെ തന്നെ മുട്ടക്കറിയും. സോ അങ്ങനെ നമ്മുടെ ഡിന്നറിൻ്റെ പരിപാടിയൊക്കെ ഏകദേശം ഒരു 7:30-ക്കുള്ളിൽ തന്നെ തീർക്കും കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ അത്ര നല്ല ഇടിയപ്പമൊന്നും കിട്ടില്ല, നമ്മളവിടെ അരിയൊക്കെ പൊടിച്ചൊക്കെ എടുക്കുന്നതല്ല. പിന്നെ കുറച്ച് നേരം നമ്മൾ ഈവനിങ് TV ഒക്കെ കണ്ട് ഏകദേശം ഒരു 7:30, 8 o'clock ആയിട്ടുണ്ട് കേട്ടോ. അപ്പം മോൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു പാട്ട് ഇട്ടിട്ട് എപ്പോഴും അത് പാടാനൊക്കെ ട്രൈ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് കേട്ടോ ഇപ്പോൾ ഡാൻസും പാട്ടും. സോ ഇതുപോലെയുള്ള വ്ളോഗ്സ് ഇനിയും കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സജഷൻസും കമൻസും ഒക്കെ എനിക്ക് കമൻറ്റ് ബോക്സിൽ വഴി അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.